ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ 1 kg കേക്ക് ചെയ്യുമ്പോൾ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വാനിലയുടെ സ്പോഞ്ച് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ സക്സസ് ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തത്. അത് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല നല്ല ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അതായത് ഒരു 1/4 കപ്പോളം മൈദമാവ് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരക്കപ്പും അതുപോലെ തന്നെ 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുള്ള കൊക്കോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഹെർഷീസിൻ്റെ ആണ്. ഇത് ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 2 നുള്ളോളം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ 2-3 തവണ പറ്റുമെങ്കിൽ അരച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ വശത്തും എത്തിയിട്ട് നല്ലപോലെ കേക്ക് പൊങ്ങി വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളം പെടാതെ നമ്മൾ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ക്ലീൻ ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ബീറ്റർ തന്നെ വേണം. കേക്ക് നല്ല പൊങ്ങി വരാനും അതുപോലെ നല്ല പോലെ ബീറ്റ് ചെയ്താൽ നമുക്ക് എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേക്കിൽ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെയായിട്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, പൊടിക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയെങ്കിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാരയെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് കണ്ടില്ലേ, ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആയിട്ട് ഈ ഒരു രീതിക്ക് വരണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതായത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാല് കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് ഊരി മാറ്റാം, കാരണം നമുക്കിനി ബീറ്റർ ആവശ്യമില്ല. ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ളത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അത് ഓവർ മിക്സ് ആവുന്നത് കൊണ്ടാണ്. നമ്മളിതുപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കട്ട കെട്ടാനും പാടില്ല, നമ്മൾ ഓവർ മിക്സ് ആയിട്ട് ഇത് മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ കുറേശ്ശെ തട്ടി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഓവർ മിക്സ് ആവേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അതുകൊണ്ട് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മൾ പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലായിടത്തും ഒരുപോലെ മിക്സായിട്ട് വരണം, പക്ഷെ നമ്മൾ ആ ഒരു പതഞ്ഞ് വന്ന മുട്ട ഉണ്ടല്ലോ, അത് താഴ്ന്നു പോകരുത്. ആ ഒരു രീതിക്ക് ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തോന്നുക, അതായത് നല്ല തിക്കായിട്ടാണ് ഇതിലും തോന്നുന്നെങ്കിൽ ബാറ്ററിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഇനി ഞാനിതൊരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അടിയിൽ ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ സൈഡിലും അടിവശത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പാനാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹൈറ്റിലുള്ള കേക്കാണ് വേണ്ടെങ്കിൽ 7 ഇഞ്ചിലൊക്കെ ചെയ്യാം, 6 ഇഞ്ചിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് 1 kgയുടെ കേക്കൊക്കെ ചെയ്യുമ്പോൾ 8 ഇഞ്ചിൻ്റെ പാൻ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് ഹാർഡായിട്ട് മാറും. നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടും, പക്ഷേ ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഞാനിവിടെ ടിന്നിലേക്ക് ഒഴിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉള്ളത്. അതുപോലെ തന്നെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവണ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഓവണിലേക്ക് വെക്കുകയാണ് ഈ ഒരു കേക്ക് ടിന്ന്.
അതിനുശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് വേണം ഇതൊന്ന് ബേക്കായിട്ട് വരാൻ. ഞാനിപ്പോൾ 35 മിനിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ OTGയിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോറോസിലിൻ്റെ OTGനെ പറ്റിയിട്ട് റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ കത്തിയോ എടുത്തിട്ട് കേക്കിൻ്റെ നടുവശം ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നടുവിലായിരിക്കും കുറച്ചുകൂടി ബേക്കാവാൻ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നടുവിൽ കുത്തി നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് കുക്കറിലോ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലോ എന്ത് വേണമെങ്കിലും ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു മെത്തേഡൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ ഫ്ലോപ്പ് ആവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സൊക്കെ ഈ ഒരു സെയിം സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്